താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. മലയാറ്റൂർ ലഹരി ഹബ്ബുകളായി മാറുന്നു എന്നാരോപണം. കഴിഞ്ഞ 3 വർഷത്തിനിടെ 18നും 22നും ഇടയിൽ പ്രായം വരുന്ന 2 യുവാക്കളുടെയും ചിത്രപ്രിയ എന്ന 19-കാരിയുടെയും മരണങ്ങളാണ് ഇവിടെ സംഭവിച്ചതെന്ന് നാട്ടുകാർ. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രവും പ്രശസ്ത ടൂറിസം മേഖലയുമായ മലയാറ്റൂർ ലഹരി ഹബ്ബുകളായി മാറുന്നുവെന്ന ആരോപണം. കഴിഞ്ഞ 3 വർഷത്തിനിടെ 18നും 22നും ഇടയിൽ പ്രായം വരുന്ന 2 യുവാക്കളുടെയും ചിത്രപ്രിയ എന്ന 19-കാരിയുടെയും മരണങ്ങളാണ് ഇവിടെ സംഭവിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ഈ മരണങ്ങളിലെല്ലാം തന്നെ രാസലഹരിയുടെ സാന്നിധ്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇവർ കൂട്ടിച്ചേർത്തു. ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ മലയാറ്റൂരിനെ പിടിച്ചുകുലുക്കിയ അതിദാരുണമായിട്ടുള്ള 3 കൊലപാതകങ്ങൾ ഇവിടെ സംഭവിച്ചു. അതിൽ 2 ചെറുപ്പക്കാരും ഇപ്പോൾ അവസാനത്തേതായിട്ട് ചിത്രപ്രിയ എന്ന പാവം പെൺകുട്ടിയും. എന്താണ് ഇതിനൊരു കാരണം? ഈ മലയാറ്റൂര് സഞ്ചാരികൾ മാത്രമല്ല എത്തിച്ചേരുന്നത്. ഇവിടെ ഒരു വിജന പ്രദേശമായതുകൊണ്ടും വെളിച്ച സംവിധാനങ്ങൾ പല ഭാഗങ്ങളിൽ ലഭ്യത കുറവുകൊണ്ടും വനമേഖല കൂടുതൽ ഉൾപ്പെടുന്ന പ്രദേശമായതുകൊണ്ടും ലഹരിക്ക് അടിമപ്പെടുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഇവിടെ അനായാസം സമയം ചിലവഴിക്കുന്നു എന്നുള്ള ഭീകരമായിട്ടുള്ള സത്യമാണ് പുറത്തേക്ക് വരുന്നത്. ടൂറിസം മേഖല ആയതിനാൽ നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വിജനമായ പ്രദേശങ്ങളിൽ സംശയാസ്പദമായ രീതിയിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കാണാറുണ്ടെന്ന് ഇവിടത്തുകാർ പറയുന്നു. അവര് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടാവൂല. ഈ വരുന്നവരെ ആരാണ് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. അവർക്ക് നല്ല ഉപദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെ എന്തെങ്കിലും പറഞ്ഞിട്ട് അവര് പോകും. ഏറ്റവും പിള്ളേരാണ് ആൺപിള്ളേരും പെൺപിള്ളേരും. ഈ സ്കൂൾ യൂണിഫോം ഇട്ട പിള്ളേര് മക്കളുകൾ വന്നത് സ്കൂളിന്റെ ഈ സമയത്ത് ഞങ്ങൾ ഈ പണിയേറി പോണ സമയത്തൊക്കെ ഉണ്ട് അവരവിടെ. നമ്മളെന്തായാലും പറഞ്ഞ പിള്ളേരും ഇങ്ങോട്ട് പ്രതികരിക്കാണ്. നിങ്ങൾക്ക് എന്താ കാര്യം? അതെ ഞാൻ പറയണേ, ഈ 4 മണിക്ക് ശേഷം ഒരു പോലീസ് പട്രോളിങ് വേണം അവിടെ. കാരണം പെൺപിള്ളേര് പുറത്തുനിന്ന് ചിലപ്പോൾ കഞ്ചാവ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉൾപ്പെടെ ആയിരിക്കും വന്നത്. അപ്പോൾ പരമാവധി പോലീസ് പട്രോളിങ് ഉണ്ടാവണം. ചിറക്കി ചുറ്റും പിള്ളേര് ഈ ചിറക്കി ചുറ്റുമാണ് കിടന്ന് ഈ അലമ്പ് കാണിക്കുന്നത്. ഈ കഞ്ചാവും മദ്യവും ഒക്കെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കല്ലേ. അത് ഇല്ലാതിരിക്കണം. എന്നാലാണ് ഇനിയുള്ള തലമുറനെ ഇപ്പൊ കാണുന്ന ഈ കുട്ടികളൊക്കെ ഈ തലമുറനെ കണ്ടുപഠിച്ചാ വരണേ. ചില ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ മദ്യക്കുപ്പികൾ, സിറിഞ്ചുകൾ തുടങ്ങിയവയെല്ലാം കണ്ടെത്തിയിട്ടുമുണ്ട്. പൊതുയിടങ്ങളിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ കണ്ടെത്തി നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.